അങ്ങനെ കാത്തിരുന്ന് അടുത്ത ക്രിസ്മസ് വന്നെത്തിയല്ലേ. എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നേ. ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ഹൈദരാബാദ് വെച്ചിട്ട് തന്നെയാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കരോളാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ലോകമെങ്ങും ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് താമസിക്കുന്ന ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലെ ക്രിസ്മസ് കരോൾ തികച്ചും സമാധാനപരമായിരുന്നു കേട്ടോ. ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ ക്രിസ്മസ് ട്രീ ആണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പുൽക്കൂടിൻ്റെ പണി തുടങ്ങി കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ വീടിനുള്ളിൽ ടേബിളിലായിരുന്നു പുൽക്കൂട് സെറ്റ് ചെയ്തത്. ഈ വർഷം വീടിൻ്റെ പുറത്താണ്. ഞങ്ങൾക്ക് താഴത്തെ നിലയിലോട്ട് ക്വാർട്ടേഴ്സ് മാറ്റം കിട്ടിയതുകൊണ്ട് താഴെ തന്നെ സൗകര്യമുണ്ട്. പുറത്തൊരു ടേബിളൊക്കെ ഇട്ട് അതിന് മുകളിൽ മണ്ണൊക്കെ ഇട്ട് പിന്നെ തെന പാകി. തെന ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് അത് കഴിഞ്ഞ് അതിനെ ഒരു തുണിയിൽ കെട്ടി വെച്ച് 24 മണിക്കൂർ. അതിന് ശേഷം എടുത്തപ്പോൾ ചെറിയ മുള വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ മണ്ണിൽ പാകി കൊടുക്കുന്നത്. തെന പാകിയ ശേഷം അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മണ്ണും കൂടെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസംബർ 15-ാം തീയതി തിന വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. 16-ാം തീയതി തുണിയിൽ കെട്ടി വെച്ചു. 17-ാം തീയതിയാണ് ഇത് മണ്ണിൽ പാകി കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം തിന നട്ട് 2-ാമത്തെ ദിവസം മണ്ണിന് മുകളിൽ പൊടിച്ച് വന്നതാണ്. ഈ വർഷം തണുപ്പായതുകൊണ്ടാണ് എന്താണെന്നറിയത്തില്ല കുറച്ച് ലേറ്റായി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കാണുന്ന വലുപ്പമായത് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നായപ്പോഴത്തേക്കും ശരിക്കും അങ്ങ് നല്ല പച്ച കളർ വന്നിട്ടുണ്ടായിരുന്നില്ലേ. മണ്ണിൽ കുറച്ച് മിറ്റിലൊക്കെ വാരിയിട്ട് വഴി പോലെ സെറ്റാക്കി എടുത്തേ. പിന്നെ ഇതാ ചെറിയൊരു ചകിരി കൊണ്ടുള്ളൊരു ഹട്ട് വെച്ച് കൊടുത്തേ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇതുപോലെ ഒരു കോക്കിൻ്റെ കേസ് എടുത്തിട്ട് അതിൽ നമ്മൾ ചകിരി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് മുകളിലൊരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചകിരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹട്ട് റെഡി ആയിട്ടുണ്ട്. ഉണ്ണീശോയെ വെക്കാനുള്ള കൂടും ഞാൻ കാർഡ്ബോർഡിലാണ് ഉണ്ടാക്കിയെടുത്തത്. കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ചെറിയ പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുത്ത് കളറൊക്കെ എടുത്ത് പുൽക്കൂടിൻ്റെ വീട് സെറ്റാക്കി എടുത്ത്. ഓൾറെഡി അവിടെ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ ബലൂണൊക്കെ തൂക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയൊരു കമ്പൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ട് കെട്ടി വെച്ചിട്ട് ട്രീ ആയിട്ട് അതിൽ ലൈറ്റും ബലൂണൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേ. പിന്നെ ഒരു കുഞ്ഞി കിണർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ടുള്ളൊരു പേപ്പറിൽ മിറ്റിലൊക്കെ ഒട്ടിച്ചിട്ട് അതിൽ കളർ കൊടുത്തിട്ട് കിണറാക്കി എടുത്തു. പിന്നെ നമ്മുടെ രൂപങ്ങളെല്ലാം പെറുക്കി വെച്ച് ട്രീയിൽ കുറച്ച് ബലൂൺസ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ട്രീയുടെ പണിയും പുൽക്കൂടിൻ്റെ പണിയും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇവിടെ കുറേ ടേബിൾ ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരോളുകാർ വരുമ്പോൾ ചായയൊക്കെ കൊടുക്കാൻ വേണ്ടി കേട്ടോ. പുൽക്കൂടിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ളൊരു ഹോബി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കലാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ ആവശ്യത്തിലധികം എടുത്ത ശേഷം നമ്മൾ പിന്നെ കരോളിന് പോയി കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്തൊരു ചെറിയ പള്ളിയുണ്ട്. അവിടെയാണ് ആദ്യം കരോൾ തുടങ്ങുന്നത്. ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ള ഒരു വണ്ടിയിൽ ഒരു കുഞ്ഞു പുൽക്കൂടും ട്രീ ഒക്കെ വെച്ച് അതിമനോഹരമായി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ കട്ടൻ കാപ്പി സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമോസയും പിന്നെ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള മുറുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കരോൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി കേട്ടോ. ചെറിയൊരു പള്ളിയാണ്. നമ്മുടെ ക്യാമ്പിനുള്ളിലുള്ളൊരു പള്ളിയാണ്. അപ്പോഴേക്കും നമ്മുടെ കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ നമ്മുടെ സാന്റാക്ലോസ് ഒക്കെ വന്നെത്തി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ള ആൾക്കാരിൽ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ക്രിസ്ത്യൻസ് ഉള്ളൂ കേട്ടോ. നമുക്കിവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. കരോൾ ഗാനങ്ങളൊക്കെ പാടാനായിട്ട് നേരത്തെ തന്നെ പ്രിൻ്റൊക്കെ എടുത്ത് പാട്ടൊക്കെ പഠിച്ച് അത്രയും പ്ലാൻഡ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാമൊക്കെ. നമ്മളിവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിലാണ് കേട്ടോ. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പത്ത് നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉള്ളെങ്കിൽ കൂടിയും പക്ഷേ ഈ തണുപ്പ് കാരണം നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ബസ്സിലാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മെസ്സിലേക്കായിരുന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നേ. നമ്മൾ അവർക്ക് കൊടുക്കാൻ പ്ലം കേക്കൊക്കെ ആയിട്ടാണ് പോയത്. അവർ നമുക്ക് വേണ്ടി സ്നാക്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെജും നോൺ വെജൊക്കെ ഉണ്ടായിരുന്നു. കൂടെ ജ്യൂസും അതൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ സമയം നമ്മളവിടെ ചിലവിട്ട ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മുടെ അലങ്കരിച്ച വണ്ടി നമ്മുടെ തൊട്ട് മുന്നിലുണ്ട് കേട്ടോ. കുട്ടികൾക്ക് തണുപ്പൊന്നൊരു പ്രശ്നമല്ല കേട്ടോ. പ്രത്യേകിച്ച് സാന്റാക്ലോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ എനർജി ഒന്നുകൂടെ കൂടി. അവിടുന്ന് 1-2 സ്ഥലത്തൂടെയൊക്കെ പോയ ശേഷം അവസാനം കരോൾ നമ്മുടെ വീട്ടിൽ വന്നു കേട്ടോ. ക്രിസ്മസ് കരോൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലുള്ള അടുത്തുള്ള ആൾക്കാരെല്ലാം നോക്കി നിൽപ്പുണ്ടായിരുന്നേ.
ക്രിസ്തു ആര്, ക്രിസ്ത്യാനികൾ എന്ത് എന്നൊക്കെ അറിയത്തില്ലാത്ത ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കൊക്കെ ഒരു പ്രചോദനവും അവർക്കൊക്കെ ഒരു അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു കരോളായിരുന്നു കേട്ടോ ഇത്. നല്ല ചുക്ക് കാപ്പിയും കുറച്ച് സ്നാക്സൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് പള്ളിയിലെത്തി. അവിടെ തീയൊക്കെ കൂട്ടി അതിന് ചുറ്റും കസേരയൊക്കെ ഇട്ടിരുന്ന് സംസാരിച്ച് പാട്ടൊക്കെ പാടി ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. രാത്രിയിലത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു. വന്നിട്ട് ക്രിസ്മസിന് കൊടുക്കാനുള്ള 2-3 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ക്രിസ്മസ് ദിനത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കപ്പയും ബീഫ് കറിയും പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ ഫുള്ള് ബിസി ആയിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച് എല്ലാം തയ്യാറാക്കുന്നത് തിരക്കിലായിരിക്കും. ഈ പ്രാവശ്യം ചേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് പുറത്ത് പിസ്ത ഹൗസിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും ഈ വർഷത്തെ ക്രിസ്മസ് അവിസ്മരണീയമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.